ഉള്ളവരെ ഓരോ മാതാപിതാക്കളുടെയും ഒരു വലിയ ഒരു ത്യാഗമാണ്, അല്ലെങ്കിൽ ഒരു കരുതലാണ് നമ്മുടെ മക്കളെ നോക്കി വളർത്തി വലുതാക്കി നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ അച്ഛനമ്മമാർക്ക് വയസ്സാവുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ നമ്മുടെ കൂടെ മക്കളുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോ മക്കളെയും നമ്മൾ പൊന്നുപോലെ അവർക്ക് എന്താണോ വേണ്ടത് നമ്മൾ ഇല്ലെങ്കിലും എവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവർ നല്ല രീതിയിൽ വളർന്നാലേ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടന്നാലേ ഈ മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാവൂ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ അച്ഛനമ്മമാരും മക്കളെ പൊന്നുപോലെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നോക്കുന്നത് ഇതിന് വേണ്ടിയാണ്. അതായത് നമുക്ക് ഒരു പ്രായമാകുമ്പോൾ മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഈ മാതാപിതാക്കളെ കൈത്താങ്ങി നിർത്താൻ ഈ മക്കളുണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഓരോ മാതാപിതാക്കൾക്കും. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ ചിലത് അസ്തമിക്കാറുണ്ട്, ചിലത് നല്ല രീതിയിൽ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൊടുക്കനെയാണ് ഓരോ മാതാപിതാക്കളും ഓരോ മക്കളെ വളർത്തുന്നത്. പക്ഷേ ചില പ്രതീക്ഷകളൊക്കെ മങ്ങി പോവാറുണ്ട്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ മങ്ങുന്നതാണ് ഓരോ അച്ഛനമ്മമാർ ചിലവരത് വൃദ്ധസദനങ്ങളിലും മറ്റിടത്തൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഏറെ കണ്ടുവരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ മക്കൾ അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്നതും അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അതാണ് അസ്തമിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നത് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ സ്വന്തം മക്കൾ നമ്മളെ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ മാതാപിതാക്കളും ഓരോ മക്കളെയും വളർത്തുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരെ സ്വഭാവങ്ങൾ മാറ്റം വരുമ്പോൾ ആ പ്രതീക്ഷകളെല്ലാം മങ്ങി പോവാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കളെ എന്തിരുന്നാലും നല്ല രീതിയിൽ നോക്കാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കുക. കാരണം അവരെ ഓരോ കൂട്ടുകെട്ടിലൂടെയാണ് മറ്റു ഭാവങ്ങളിലേക്ക് പോകുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ചെറുപ്പം മുതലേ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഭാഗ്യമുണ്ടെങ്കിൽ ആ മക്കൾ നമ്മളെ നോക്കും എന്ന പ്രതീക്ഷ കൊടുക്കാൻ നമ്മൾ നമ്മളെ മക്കളെ നല്ല രീതിയിൽ നോക്കുക. ഓക്കെ.